പ്രിയമുള്ളവരെ, വചനജ്വാല 1645 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 3 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ നമ്മൾ ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. നാം ഇന്ന് വലിയ നോമ്പിന്റെ 16-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് വചന വായന ശ്രവിക്കാം. വരാനിരിക്കുന്ന രാജാവ്. എന്റെ മേച്ചിൽസ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എന്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിനിടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുത്തെ നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും. വ്യാജപ്രവാചകന്മാരെ കുറിച്ച് എന്റെ ഹൃദയം തകരുന്നു, അസ്ഥികൾ ഇളകുന്നു. വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവനെ പോലെയാണ് ഞാൻ. ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയുമത്രേ. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു. ശാപനിമിത്തം നാട് വിലപിക്കുന്നു. മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു. അവയുടെ മാർഗം ചീത്തയും അവയുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ്. പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു. എന്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും. അവരുടെ ശിക്ഷ ആണ്ടിൽ അവരുടെ മേൽ തിന്മ വർഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സമരിയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ അത് ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു. ജെറൂസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടതയെ ഉപേക്ഷിക്കാതിരിക്കെ തക്കവിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു. അവർക്ക് എന്നിൽ സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമോറോ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു. അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറൂസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. തങ്ങളുടെ പ്രവചനം കൊണ്ടും നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ വാക്കുകൾ കർത്താവിന്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിന്റെ വിഭ്രാന്തിയാണ്. കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്കെല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട്
നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു. അവരിലാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്. അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ്, ഉഗ്രമായ കൊടുങ്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും. കർത്താവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ മാരീനൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. കേസറിയായിൽ സമ്പത്ത് കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും പ്രസിദ്ധനായിരുന്നു മാരീനൂസ്. 272 ഒരു ശതാധിപന്റെ ജോലി ഒഴിവ് വന്നപ്പോൾ മാരീനൂസിനെ ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായി. അത് മനസ്സിലാക്കിയ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മാരീനൂസ് ക്രിസ്ത്യാനിയായതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ആ ജോലിക്ക് നിയമിക്കാവുന്നതല്ല. പലസ്തീന ഗവർണർ അർക്കയൂസ് മാരീനൂസിനോട് ചോദിച്ചു, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അതെ, അദ്ദേഹം മറുപടി നൽകി. ആലോചിച്ചുത്തരം പറയൂ, 3 മണിക്കൂർ സമയം തരാം ചിന്തിക്കാൻ, ഗവർണർ പ്രതിവചിച്ചു. സ്ഥലത്തെ മെത്രാനായ തെയോട്ടക്നൂസ് ഈ വിവരമറിഞ്ഞ് ന്യായാസങ്കരത്തിലെത്തുകയും മാരീനൂസിനെ കൈക്ക് പിടിച്ച് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം അണിഞ്ഞിരുന്ന ഖഡ്ഗവും ഒരു സുവിശേഷ ഗ്രന്ഥവും കാണിച്ചുകൊണ്ട് ബിഷപ്പ് ചോദിച്ചു, ഇവയിൽ താങ്കൾക്ക് ഏത് വേണം? യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മാരീനൂസ് കൈനീട്ടി. ബിഷപ്പ് പറഞ്ഞു, ദൈവത്തോട് നിരന്തരം ചേർന്ന് നിൽക്കുക, അവിടുന്ന് താങ്കളെ ശക്തിപ്പെടുത്തിക്കൊള്ളും. താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കും. സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. വീണ്ടും മാരീനൂസ് ന്യായാധിപന്റെ അടുക്കിലേക്ക് അനയിക്കപ്പെട്ടു. മുൻപത്തെക്കാൾ തീഷ്ണതയോടെ അദ്ദേഹം വിശ്വാസം ഏറ്റു പറഞ്ഞു. ഉടനടി അദ്ദേഹത്തെ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്തു. ഈ രക്തസാക്ഷിത്വം കണ്ടു നിന്നിരുന്ന സെനറ്റർ അസേരിയൂസ് മാരീനൂസിന്റെ തിരു അവശിഷ്ടങ്ങൾ എടുത്ത് പൂജ്യമായി സംസ്കരിച്ചു. അക്കാരണത്താൽ അദ്ദേഹവും ശിരച്ഛേദം ചെയ്യപ്പെട്ടുവെന്ന് റൂഫീനൂസ് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കുരിശ് വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നില്ലെങ്കിൽ നാം അവിടുത്തെ അനുഗമിക്കുന്നു എന്ന് ഭാവിക്കുന്നത് വൃഥാവിലാണ്. കുരിശ് വഹിക്കാതെ അവിടുത്തെ മഹത്വത്തിൽ നമുക്ക് ഓഹരി ലഭിക്കുന്നതല്ല. സ്വർഗത്തിലേക്ക് കുരിശിന്റെ മാർഗമല്ലാതെ വേറൊന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് രക്തസാക്ഷിയായ വിശുദ്ധ മാരീനൂസിന്റെ മാധ്യസ്ഥം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായി യാചിക്കാം. നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ മാരീനൂസ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.